നമസ്കാരം. ഒരു കുടുംബം ഒന്നടങ്കം ഇല്ലാതായിരിക്കുന്നു. 5 ജീവനുകൾ, 3 പിഞ്ചു കുഞ്ഞുങ്ങൾ. വടുതലയിലെ ആ വാടക വീടിനുള്ളിൽ കണ്ടത് കേരളം ഇതുവരെ കാണാത്ത ദാരുണമായ കാഴ്ചകളാണ്. പുത്തൻ വസ്ത്രങ്ങളും സൺഗ്ലാസുകളും അണിയിച്ച് ഉറക്കാനെന്ന പോലെ കിടത്തിയ 3 കുഞ്ഞുങ്ങൾ. അവർക്ക് കാവലായി തൂങ്ങി മരിച്ച അമ്മയും അമ്മുമ്മയും. ഭർത്താവിന്റെ വേർപാടിൽ തകർന്നു പോയൊരു സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളുമായി മരണത്തിലേക്ക് നടന്നുപോയത് എങ്ങനെ? ആ നിശബ്ദമായ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? വടുതലയിലെ കൂട്ടമരണത്തിന്റെ ഉള്ളറകളിലേക്ക്. വ്യാഴാഴ്ച വൈകുന്നേരം വരെ ആ വീട് ശാന്തമായിരുന്നു. വീടൊഴിയുവാൻ ഉടമ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വീട് വൃത്തിയാക്കുവാൻ എത്തിയവരാണ് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിച്ചത്. AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജനലുകൾ ഭദ്രമായി അടച്ചിരുന്നു. കൗൺസിലറെയും പോലീസിനെയും വിവരമറിയിച്ചു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ച. മുറിക്കുള്ളിൽ സൺഗ്ലാസ് ധരിച്ച് ഷെർവാണിയും പുത്തൻ വസ്ത്രങ്ങളും ഇട്ട മരണത്തിന് കീഴടങ്ങിയ കുട്ടികൾ. അശ്വതിയും അമ്മ ശ്രീകുമാരിയും തൊട്ടടുത്ത മുറിയിൽ തൂങ്ങി നിൽക്കുന്നു. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമാണ് ഉണ്ടായിരുന്നത്. ഈ ദുരന്തത്തിന്റെ വേരുകൾ കിടക്കുന്നത് തിരുവനന്തപുരം പൂവച്ചലിലാണ്. 2025 ജൂലൈ 17 അശ്വതിയുടെ ഭർത്താവ് അക്ഷത് ആത്മഹത്യ ചെയ്തതോടെ ആ കുടുംബത്തിന് താളം തെറ്റി. ഉള്ളി ഉരുളക്കിഴങ്ങ വ്യാപാരിയായിരുന്ന അക്ഷത്തിന്റെ മരണം അശ്വതിയെ മാനസികമായി തളർത്തി. ബന്ധുക്കളുമായി അകന്ന അശ്വതി ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സ എന്ന പേര് പറഞ്ഞാണ് ഫെബ്രുവരിയിൽ കൊച്ചിയിലേക്ക് എത്തിയത്. എന്നാൽ മൂത്ത മകൻ കാർണിവനെ കൊച്ചിയിൽ ഒരിടത്തും തന്നെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തുരുത്തായി അവർ ആ വീടിനെ മാറ്റി. കുട്ടികളെ ഒരുക്കി നിർത്തിക്കൊണ്ടുള്ള മരണം സൂചിപ്പിക്കുന്നത് കടുത്ത വിഷാദത്തെയാണ്. താൻ പോകുമ്പോൾ തന്റെ കുട്ടികൾ ഈ ലോകത്ത് ഒറ്റപ്പെടുമെന്നും അവരെയും കൂടി കൊണ്ടുപോകുന്നതാണ് സുരക്ഷിതമെന്നും ആ അമ്മ കരുതിയിരിക്കാം. അവരെ മനോഹരമായി ഒരുക്കിയത് ഒരുപക്ഷെ ആ കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ അവസാന പ്രകടനമായിരിക്കും. ഭർത്താവിനോടുള്ള അമിതമായ വൈകാരിക അടുപ്പവും ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് അവർ ആ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നത്. ഭർത്താവിന്റെ വീട്ടുകാരുമുള്ള തർക്കങ്ങളും സാമ്പത്തിക ബാധ്യതകളും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഭർത്താവ് പോയതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു മനസ്സിന്റെ രോധനമാണ് ആ 4 പേജുകളിൽ ഉണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ അക്ഷത്തിന്റെ മരണശേഷമുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പൂവച്ചൽ സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മൂത്തമകൻ കാർണിവൻ. അച്ഛന്റെ മരണശേഷം കൊച്ചിയിലേക്ക് മാറിയപ്പോൾ കുട്ടിയുടെ TC വാങ്ങിയിരുന്നു. എന്നാൽ കൊച്ചിയിലെ ഒരു സ്കൂളിലും കുട്ടി പിന്നീട് എത്തിയില്ല. ഒരു 14 വയസ്സുകാരൻ നഗരത്തിന്റെ മധ്യത്തിൽ 1 മാസത്തോളം വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിന്റെയോ അയൽക്കൂട്ടങ്ങളുടെയോ ശ്രദ്ധയിൽ ഈ അസാന്നിധ്യം എന്തുകൊണ്ട് വന്നില്ല? ഇത് നമ്മുടെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമല്ലേ? അക്ഷത് ഒരു വലിയ മൊത്ത വ്യാപാരിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം കടബാധ്യതകൾ അശ്വതിയെ വേട്ടയാടിയിരുന്നു. പൂവച്ചലിലെ കുടുംബ വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആത്മഹത്യക്കുറിപ്പിൽ അശ്വതി എടുത്തു പറയുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരുമായുള്ള അകൽച്ചയും അമ്മ ശ്രീകുമാരുടെ വിളപ്പിൻശാലയിലെ വീട് വാടകയ്ക്ക് നൽകി മാറി നിൽക്കേണ്ടി വന്നതും സൂചിപ്പിക്കുന്നത് കടുത്ത സാമ്പത്തിക മാനസിക സമ്മർദ്ദമാണ്. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന തോന്നൽ ആ അമ്മയെ ഭരിച്ചിരിക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം കുട്ടികൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയതായാണ് സൂചന. കുട്ടികൾ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 2 ദിവസം അശ്വതിയും അമ്മയും ആ വീട്ടിൽ എന്തു ചെയ്യുകയായിരുന്നു? ആത്മഹത്യക്കുറിപ്പെഴുതാൻ അവരെടുത്ത സമയം, കുട്ടികളെ ഒരുക്കിയ രീതി, ഇതെല്ലാം ഒരു കൾട്ട് സ്വഭാവമുള്ള മാനസികാവസ്ഥയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മരണത്തിന് തൊട്ടു മുൻപ് അശ്വതി ചിലർക്ക് അയച്ച സന്ദേശങ്ങൾ പോലീസ് സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. വീട് ഒഴിയണമെന്ന ആവശ്യം അശ്വതിയെ ഭയപ്പെടുത്തിയിരിക്കാം. ഭിന്നശേഷിയുള്ള കുട്ടിയുമായി എങ്ങോട്ട് പോകുമെന്ന ആശങ്ക അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അയൽവാസികൾ പറയുന്നത് അവർ ആരെയും അകത്തേക്ക് പ്രവേശിച്ചിരുന്നില്ല എന്നാണ്. ഒരു കുപ്പി പാൽ വാങ്ങാൻ പോലും അവർ പുറത്തിറങ്ങിയിരുന്നില്ല. ഈ അമിതമായ ജാഗ്രത തങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന ഭയത്തിൽ നിന്നാണോ, അതോ തങ്ങളുടെ ദാരിദ്ര്യം പുറംലോകം അറിയാതിരിക്കാനാണോ? വടുതലയിലെ ഈ 5 ചിതകൾ എരിയുന്നത് നമ്മുടെ കൂടി നെഞ്ചിലാണ്. ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് ജാഗ്രതാ സമിതികൾ ഉണ്ടെങ്കിലും അവയൊന്നും പ്രായോഗികമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ ഒരു സംഭവം തെളിയിക്കുന്നു. ഒരു ഫോൺ കോൾ മതിയായിരുന്നു ചിലപ്പോൾ ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ. നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നിശബ്ദമായിരിക്കുന്ന ജനലുകൾക്കപ്പുറം എന്ത് നടക്കുന്നുവെന്ന് നമുക്കും അന്വേഷിക്കണം. ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകണം. അശ്വതിയുടെ ആത്മഹത്യക്കുറിപ്പിലെ ഓരോ വരിയും ഒരു വെടിയുണ്ടേക്കാൾ മൂർച്ചയുള്ളതാണ്. ഞങ്ങളെ ആരും സഹായിച്ചില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തി. ഈ വിലാപം കേൾക്കാതെ പോയത് ആരാണ്? അക്ഷതിന്റെ ബിസിനസ് തകർച്ചയ്ക്ക് പിന്നിൽ ആരൊക്കെയുണ്ട്?
തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നത് വെറുമൊരു ചികിത്സയ്ക്കായിരുന്നോ അതോ കടക്കാരുടെ കണ്ണു വെട്ടിക്കാനായിരുന്നോ? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ബാക്കിയാവുകയാണ്. ചാല കമ്പോളത്തിലെ അറിയപ്പെടുന്ന വ്യാപാരിയായിരുന്നു അക്ഷത്. ലോക്ക്ഡൌണിന് ശേഷം ഉണ്ടായ ബിസിനസ് മാന്ദ്യവും വലിയ തോതിലുള്ള കടം കൊടുക്കലുകളും അക്ഷതിനെ തളർത്തിയിരുന്നു. അക്ഷതിന്റെ മരണശേഷം ഈ ബാധ്യതകൾ അശ്വതിയുടെ തലയിലേക്കായി. കടം തരാനുള്ളവർ കൈമലർത്തുകയും കടം ചോദിച്ചു വരുന്നവർ അശ്വതിയും അമ്മയും നിരന്തരം ശല്യം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നാണ് ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത്. സ്വന്തമായി വീടുണ്ടായിരുന്നിട്ടും അശ്വതിക്കും അമ്മയ്ക്കും വടുതലയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. വിളപ്പിൻശാലയിലെ വീട് വാടകയ്ക്ക് നൽകിയ പണം കൊണ്ടാണ് ഇവർ കൊച്ചിയിൽ കഴിഞ്ഞിരുന്നത്. പോലീസിന് ലഭിച്ച അശ്വതിയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അശ്വതി ഗൂഗിളിൽ തിരഞ്ഞത് വേദനയില്ലാത്ത മരണം, വിഷത്തിന്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകവും ആത്മഹത്യയുമെന്നാണ് ഉറപ്പിക്കുന്നത്. തന്റെ മക്കൾ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടരുത് എന്ന കടുത്ത നിലപാടിലായിരുന്നു അശ്വതി എന്ന ഈ ഫോൺ സന്ദേശങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വടുതലയിലെ ഈ ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് നമ്മുടെ സമൂഹത്തിന്റെ മുഖംമൂടി അഴിച്ചുമാറ്റുന്ന ഒന്നാണ്. കടബാധ്യതകൾ മൂലം തകരുന്ന കുടുംബങ്ങൾക്ക് ഡെപ്റ്റ് കൗൺസിലിംഗ് നൽകുവാൻ നമുക്ക് സംവിധാനമുണ്ടോ? മാനസികമായി തളരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി സംസാരിക്കാൻ ഒരു ഇടമുണ്ടോ? വടുതലയിലെ 5 മൃതദേഹങ്ങൾ നമുക്ക് മുന്നിൽ അവശേഷിപ്പിക്കുന്നത് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ്. വടുതലയിലെ ആ വീടിനുള്ളിൽ അശ്വതി ഒളിച്ചിരുന്നത് വെറുമൊരു ചികിത്സയ്ക്കായിരുന്നില്ല, മറിച്ച് ഒരു വലിയ കുടുംബ യുദ്ധത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു. അക്ഷതിന്റെ മരണത്തിന് 8ാം മാസം അശ്വതിയും മക്കളും ജീവനൊടുക്കുമ്പോൾ പൂവാച്ചലിലെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് മറ്റൊരു കഥയായിരുന്നു. അമ്മായിയമ്മയുടെ പരാതികൾ, പൂട്ടിയിട്ട മുറികൾ, പോലീസിൽ നിന്നെത്തിയ കേസുകൾ, സ്നേഹം പറ്റിയ ഒരിടത്തു നിന്ന് മരണം തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിന്റെ കഥ. അക്ഷത് മരിച്ച 1 മാസം തികയും മുൻപേ അശ്വതി മക്കളുമായി ആ വീട് വിട്ടിറങ്ങി. അമ്മായിയമ്മ ഉഷയുമായി അശ്വതിക്ക് കടുത്ത സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഉഷ വീട്ടിലില്ലാത്ത സമയം നോക്കി അശ്വതി വീട് കുത്തി തുറന്ന് കയറി സാധനങ്ങൾ എടുത്തു. ഉഷ താമസിക്കുന്ന മുറി ഒഴികെ ബാക്കി എല്ലാം പൂട്ടി താക്കോലുമായി അശ്വതി പോയി. ഇത് വെറും ഒരു പിണക്കമല്ല, മറിച്ച് ഒരു വീടിനുള്ളിൽ നടന്ന കടുത്ത അധികാര തർക്കമായിരുന്നു. ഈ സംഭവങ്ങളിലൊക്കെ തെളിയുന്നതും അത് തന്നെയാണ്. സ്വന്തം മരുമകൾക്കെതിരെ ഉഷയ്ക്ക് പോലീസിൽ പരാതി നൽകേണ്ടി വന്നു. വീട് പൂട്ടിയിട്ടതും സാധനങ്ങൾ കൊണ്ടുപോയതും സംബന്ധിച്ചായിരുന്നു ഈ പരാതി. ഈ നിയമ പോരാട്ടങ്ങൾക്കിടയിലാണ് അശ്വതി കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. ഭർത്താവിന്റെ വീട്ടുകാരുമായി ഇനി ഒരു ഒത്തുതീർപ്പിന് താനില്ലെന്ന കടുത്ത തീരുമാനത്തിലായിരുന്നു അശ്വതി എന്നത് വ്യക്തം. ഈ മാനസിക സമ്മർദ്ദമാണോ അവരെ ഒരു അന്തർമുഖിയാക്കി മാറ്റിയത്? ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് വെറും 8 മാസത്തിനുള്ളിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് കടുത്ത നൈരാശ്യം കൊണ്ടാണ്. ഭർത്താവിന്റെ വീട്ടുകാരുമായുള്ള തർക്കം അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തി. ഒരിടത്തും തനിക്ക് നീതി ലഭിക്കില്ലെന്നോ അല്ലെങ്കിൽ താൻ എല്ലാവരാലും വേട്ടയാടപ്പെടുന്നു എന്നോ ഉള്ള ചിന്ത അവരെ ഭരിച്ചിട്ടുണ്ടാകാം. തന്റെ മരണത്തിലൂടെ ഭർത്താവിന്റെ വീട്ടുകാരെ പാഠം പഠിപ്പിക്കുവാനും അശ്വതി ആഗ്രഹിച്ചിരുന്നിരിക്കാം. ആത്മഹത്യക്കുറിപ്പിൽ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നത് ഇതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയത് ഒരു നിശബ്ദ പ്രതികാരമായിരുന്നു. പോലീസ് ഇപ്പോൾ ഉഷയുടെയും മറ്റു ബന്ധുക്കളുടെയും മൊഴികളൊക്കെ തന്നെ രേഖപ്പെടുത്തി വരികയാണ്. നമുക്കിടയിൽ ഒരു കുടുംബം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു? അയൽക്കാരോട് മിണ്ടാത്തതും കുട്ടികളെ സ്കൂളിൽ വിടാത്തതും എന്തുകൊണ്ട് ആരും ചോദ്യം ചെയ്തില്ല? അയൽപക്ക ബോധം എന്ന വാക്ക് വെറും പ്രസംഗങ്ങളിൽ ഒതുങ്ങുമ്പോൾ വടുതലയിലെ ഈ 5 ജീവനുകൾ നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. കടുത്ത വിഷാദമോ തളർച്ചയോ നേരിടുന്നവർക്ക് ഒരുപക്ഷെ വേണ്ടത് അല്പം സ്നേഹവും ചേർത്ത് പിടിക്കലുമാണ്. ആരും ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.